നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. കൊടുങ്ങല്ലൂരിൽ വാഹന പരിശോധനയ്ക്കിടയിൽ കസ്റ്റഡിയിലെടുത്ത യുവാവ് പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ചു. പോലീസ് ജീപ്പിന്റെ ചില്ല് തകർത്തു. സംഭവത്തിൽ പൊയ്യ സ്വദേശി ഇറ്റിത്തറ രാഹുലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊരട്ടി ചിറങ്ങരയിൽ ഭീതി പരത്തിയ പുലിയെ പിടികൂടാനായി വനം വകുപ്പ് കൂട് സ്ഥാപിച്ചു. വെള്ളിയാഴ്ച വൈകിട്ടോടെ വാഴച്ചാൽ DFO R ലക്ഷ്മിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കൂട് സ്ഥാപിച്ചത്. വാഹന ലോൺ സെറ്റിൽമെന്റ് ചെയ്തു തരാമെന്ന് വിശ്വസിപ്പിച്ച് വ്യാജരേഖകൾ തയ്യാറാക്കി ലക്ഷങ്ങൾ തട്ടിയ കേസിലെ പ്രതി റിമാൻഡിൽ. മരത്താക്കര ഒല്ലൂർ സ്വദേശിയായ തെക്കിനിയത്ത് വീട്ടിൽ ഷാരോണിനെയാണ് പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. വാർത്തകൾ വിശദമായി. കൊടുങ്ങല്ലൂരിൽ വാഹന പരിശോധനയ്ക്കിടയിൽ കസ്റ്റഡിയിലെടുത്ത യുവാവ് പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച് പോലീസ് ജീപ്പിന്റെ ചില്ല് തകർത്തു. സംഭവവുമായി ബന്ധപ്പെട്ട് പൊയ്യ സ്വദേശി ഇറ്റിത്തറ രാഹുലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. വെള്ളിയാഴ്ച രാത്രിയിലായിരുന്നു സംഭവം. തെക്കേനടയിൽ സർക്കിൾ ഇൻസ്പെക്ടർ BK അരുണിന്റെ നേതൃത്വത്തിൽ വാഹന പരിശോധന നടത്തുന്നതിനിടയിൽ അമിത വേഗതയിൽ വന്ന കാർ പോലീസ് തടയുകയായിരുന്നു. വാഹനം ഓടിച്ചിരുന്ന എടവിലങ്ങ് സ്വദേശി ബിനോജ് മദ്യപിച്ചിരുന്നതായി വ്യക്തമായതിനെ തുടർന്ന് പോലീസ് കാർ കസ്റ്റഡിയിലെടുത്തു. ഇതിനിടെ കാറിൽ സഹയാത്രികനായിരുന്ന രാഹുൽ താനാണ് വാഹനം ഓടിച്ചതെന്ന് അവകാശപ്പെട്ട് പോലീസുമായി തർക്കത്തിലേർപ്പെട്ടു. തുടർന്ന് ഇരുവരെയും ജീപ്പിൽ കയറ്റി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിലാണ് ഇയാൾ പോലീസിനെ ആക്രമിച്ചത്. ജീപ്പിന്റെ പിൻസീറ്റിലിരുന്ന രാഹുൽ മുന്നിലിരുന്ന CPO ഷമീറിനെ കഴുത്തിന് പിടിച്ച് മർദ്ദിച്ചു. മറ്റുള്ളവർ തടയാൻ ശ്രമിക്കുന്നതിനിടെ ഇയാൾ ജീപ്പിന്റെ ചില്ലടിച്ചു തകർക്കുകയും ഗ്രേഡ് SI ബാബുവിനെ ആക്രമിക്കുകയും ചെയ്തു. ആക്രമണത്തിൽ SI ബാബുവിന്റെ വലതുകൈക്ക് പരിക്കേറ്റിട്ടുണ്ട്. മീഡിയ ടൈം കൊടുങ്ങല്ലൂർ. കൊരട്ടി ചിറങ്ങരയിൽ ഭീതി പരത്തിയ പുലിയെ പിടികൂടാനായി വനംവകുപ്പ് കൂട് സ്ഥാപിച്ചു. വെള്ളിയാഴ്ച വൈകിട്ടോടെ വാഴച്ചാൽ DFO R ലക്ഷ്മിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കൂട് സ്ഥാപിച്ചത്. ഒരു കൂടാണ് ആദ്യഘട്ടത്തിൽ സ്ഥാപിച്ചിരിക്കുന്നത്. കൂട്ടിൽ പുലിയെ ആകർഷിക്കാനായി ആട്ടിൻകുട്ടിയെയും കെട്ടിയിട്ടുണ്ട്. ആവശ്യമാണെങ്കിൽ അടുത്ത ദിവസം മറ്റൊരു കൂട് കൂടി സ്ഥാപിക്കുമെന്നും DFO അറിയിച്ചു. കോർമലയിൽ സ്ഥാപിച്ചിട്ടുള്ള കൂട് ചിറങ്ങരയിൽ കൊണ്ടുവന്ന് സ്ഥാപിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. വളർത്തുനായയെ പിടികൂടിയ സ്ഥലത്തു നിന്നും കുറച്ചു മാറി ഒഴിഞ്ഞ സ്ഥലത്താണ് കൂട് സ്ഥാപിച്ചിരിക്കുന്നത്. ആട്ടിൻകുട്ടിയുടെ മണവും കരച്ചിലും കേട്ട് പുലി കൂടിനടുത്തെത്തുമെന്നാണ് കരുതുന്നത്. 4 വാച്ചർമാർ ഉൾപ്പെടെ 5 അംഗ വനപാലക സംഘം പുലിയെ നിരീക്ഷിക്കാനായി പ്രദേശത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. കോതമംഗലത്ത് നിന്നാണ് കഴിഞ്ഞ ദിവസം ഇവിടേക്ക് കൂട് കൊണ്ടുവന്നത്. കഴിഞ്ഞ ദിവസം വനം വകുപ്പ് ഡ്രോൺ നിരീക്ഷണം നടത്തിയെങ്കിലും പുലി സാന്നിധ്യം കണ്ടെത്താനായില്ല. നേരത്തെ വനം വകുപ്പ് 4 നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിരുന്നു. എന്നാൽ ഇതിലൊന്നും പുലിയുടെ ദൃശ്യം പതിഞ്ഞിട്ടില്ല. തുടർന്ന് വനം വകുപ്പ് നടത്തിയ ശാസ്ത്രീയ പരിശോധനയിൽ അജ്ഞാത ജീവി പുലിയാണെന്ന് സ്ഥിരീകരിച്ചു. ഇതോടെയാണ് പുലിയെ പിടികൂടാനായുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത്. ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ഒരു കൂട് കൂടി വയ്ക്കുമെന്നും അധികൃതർ പറഞ്ഞു. റേഞ്ച് ഓഫീസർ ജീഷ്മ VJ, അസിസ്റ്റന്റ് DFO അസീസ് സാബു, RRT പ്രവർത്തകരായ വിൽസൺ തുടങ്ങിയവർ നേതൃത്വം നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് PC ബിജു, പഞ്ചായത്ത് അംഗങ്ങളായ KR സുമേഷ്, വർഗീസ് പയ്യപ്പള്ളി, ഗ്രേസി സക്കറിയ എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു. മീഡിയ ടൈം കൊരട്ടി. വാഹന ലോൺ സെറ്റിൽമെന്റ് ചെയ്തു തരാമെന്ന് വിശ്വസിപ്പിച്ച് വ്യാജരേഖകൾ തയ്യാറാക്കി ലക്ഷങ്ങൾ തട്ടിയ കേസിലെ പ്രതി റിമാൻഡിൽ. മരത്താക്കര ഒല്ലൂർ സ്വദേശിയായ തെക്കിനിയത്ത് വീട്ടിൽ ഷാരോണിനെയാണ് പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. പുതുക്കാട് തൊറവ് കണ്ണമ്പത്തൂർ കൊളങ്ങരപ്പറമ്പിൽ വീട്ടിൽ രതീഷ് രവീന്ദ്രൻ 38 വയസ്സ് എന്നയാളിൽ നിന്ന് രതീഷിന്റെ വാഹനത്തിന്റെ ലോൺ സെറ്റിൽമെന്റ് ചെയ്തു തരാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് 2.4 ലക്ഷം രൂപ തട്ടിയെടുത്ത സംഭവത്തിലാണ് ഷാരോണിനെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. ചാലക്കുടി DYSP PK സുമേഷിന്റെ മേൽനോട്ടത്തിൽ പുതുക്കാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ V സജീഷ് കുമാർ, സബ് ഇൻസ്പെക്ടർ പ്രദീപ്, സ്പെഷ്യൽ ബ്രാഞ്ച് സബ് ഇൻസ്പെക്ടർ വിശ്വനാഥൻ KK, ASI ധനലക്ഷ്മി, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ നിധീഷ്, സിവിൽ പോലീസ് ഓഫീസർ ബേസിൽ ഡേവിഡ് എന്നിവരാണ് പ്രതിയെ അറസ്റ്റ് ചെയ്ത പോലീസ് സംഘത്തിലുണ്ടായിരുന്നത്. അഴകിന്റെ വർണ്ണവിസ്മയം തീർത്ത് സ്ത്രീകളുടെയും കുട്ടികളുടെയും പുതുപുത്തൻ വസ്ത്രങ്ങളുമായി മാളയിൽ വുമൻസ് വേൾഡ് ഫാഷൻ ഫോർ ലേഡീസ് ആൻഡ് കിഡ്സ് പ്രവർത്തനം ആരംഭിച്ചു.
മാള പോസ്റ്റ് ഓഫീസ് റോഡിൽ പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം പ്രശസ്ത സിനിമാ താരം ബീന ആന്റണി നിർവഹിച്ചു. സൽവാർ സ്യൂട്ട്സ്, സ്റ്റിച്ച്ഡ് ആൻഡ് അൺസ്റ്റിച്ച്ഡ് കുർത്തീസ് ആൻഡ് സെറ്റ്സ്, ഫ്രോക്സ്, ഗൗൺസ്, പാർട്ടി ഡ്രസ്സസ് ഫോർ കിഡ്സ്, ബ്രൈഡൽ ബാഗ്സ് കൂടാതെ സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി പ്രമുഖ കമ്പനികളുടെ ചെരുപ്പുകളും മിതമായ നിരക്കിൽ ഉപഭോക്താക്കൾക്കായി വുമൻസ് വേൾഡ് ലഭ്യമാണ്. മാള കുഴൂർ തിരുത്തയിൽ ഭിന്നശേഷിക്കാരനായ യുവാവ് കനാലിന്റെ കുഴിയിൽ വീണ് മരിച്ചു. നെടുമ്പള്ളി വീട്ടിൽ സുധാകരന്റെ മകൻ കൃഷ്ണദാസാണ് മരിച്ചത്. വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിയോടുകൂടിയാണ് സംഭവം. കൃഷ്ണദാസിനെ വീട്ടിൽ കാണാതെ വന്നതോടെ അയൽവാസികൾ നടത്തിയ തിരച്ചിലിലാണ് കൃഷ്ണദാസിനെ കനാലിന്റെ കുഴിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. നാട്ടുകാരും ബന്ധുക്കളും ചേർന്ന് ഉടൻ തന്നെ മാളയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ പുത്തഞ്ചിറ യൂണിറ്റ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ സഹകരണത്തോടെ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഫാദർ ബിനോയ് പൊഴേലിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഫെസിലിറ്റേഴ്സായിട്ട് എന്തെങ്കിലും ഒരു ഫെസിലിറ്റി ചെയ്തു കൊടുക്കുന്ന ഒരു സഹായം അല്ലെങ്കിൽ ഒരു താങ്ങ്, ഒരു മീഡിയേറ്ററായിട്ട് വർത്തിക്കുന്നുവോ, അതൊക്കെ ദൈവികമാണ്. നിങ്ങളുടെ ഈ ഒരു വലിയ സംരംഭത്തെ ഇന്ന് എളുപ്പമില്ല. ഇങ്ങനെയുള്ള പദ്ധതികളും പ്രവർത്തനങ്ങളൊക്കെ ഒരുപാട് വെല്ലുവിളികൾ നിറയുന്ന അല്ലെങ്കിൽ കടന്നു പോകാനായിട്ട് ഒരുപാട് വെല്ലുവിളികൾ അഭിമുഖീകരിക്കുന്ന IMA ബ്ലഡ് ബാങ്ക് മെഡിക്കൽ ഓഫീസർ NG രാധാകൃഷ്ണൻ, PJ പോൾ, ഫാദർ ജെർലിറ്റ്, TB വിനോദ്, PV ഷിബു എന്നിവർ സംസാരിച്ചു. യുവാവിനെ കരിങ്കല്ലുകൊണ്ട് അടിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 3 പേർ അറസ്റ്റിൽ. കുരുമ്പിശ്ശേരി സ്വദേശികളായ പുതുവീട്ടിൽ വിശാഖ് 25 വയസ്സ്, ഓടയിൽ വീട്ടിൽ ആബിത്ത് 21 വയസ്സ്, മടത്തിൽ വീട്ടിൽ സജിഷ്ണു 22 വയസ്സ് എന്നിവരെയാണ് ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇരിങ്ങാലക്കുട കാഞ്ഞിരത്തോട് ഷാപ്പിന് പുറകിൽ വെച്ച് ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച വൈകിട്ട് കുരുമ്പിശ്ശേരി സ്വദേശിയായ കുമ്പളത്ത് പറമ്പിൽ വീട്ടിൽ ജിനിൽ 36 വയസ്സ് എന്നയാളെ കരിങ്കല്ലുകൊണ്ടും മരവടികൾ കൊണ്ടും ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിലാണ് അറസ്റ്റ്. വിശാഖും ആബിത്തും സജിഷ്ണുവും ലഹരി കച്ചവടം നടത്തുന്നുണ്ടെന്നുള്ള വിവരം ജിനീഷ് മുമ്പ് പോലീസിൽ അറിയിച്ചതിലുള്ള വൈരാഗ്യത്തിലാണ് ആക്രമണം നടത്തിയത്. ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഷാജൻ MS, സബ് ഇൻസ്പെക്ടർമാരായ ആൽബി തോമസ്, വർക്കി, ദിനേശ് കുമാർ PM, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ മുരുകദാസ് എന്നിവരാണ് പ്രതികളെ അറസ്റ്റ് ചെയ്ത പോലീസ് സംഘത്തിൽ ഉണ്ടായിരുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. കൊടുങ്ങല്ലൂരിൽ വാഹന പരിശോധനയ്ക്കിടയിൽ കസ്റ്റഡിയിലെടുത്ത യുവാവ് പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ചു. പോലീസ് ജീപ്പിന്റെ ചില്ല് തകർത്തു. സംഭവത്തിൽ പൊയ്യ സ്വദേശി ഇറ്റിത്തറ രാഹുലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊരട്ടി ചിറങ്ങരയിൽ ഭീതി പരത്തിയ പുലിയെ പിടികൂടാനായി വനംവകുപ്പ് കൂട് സ്ഥാപിച്ചു. വെള്ളിയാഴ്ച വൈകിട്ടോടെ വാഴച്ചാൽ DFO R ലക്ഷ്മിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കൂട് സ്ഥാപിച്ചത്. വാഹന ലോൺ സെറ്റിൽമെന്റ് ചെയ്തു തരാമെന്ന് വിശ്വസിപ്പിച്ച് വ്യാജരേഖകൾ തയ്യാറാക്കി ലക്ഷങ്ങൾ തട്ടിയ കേസിലെ പ്രതി റിമാൻഡിൽ. മരത്താക്കര ഒല്ലൂർ സ്വദേശിയായ തെക്കിനിയത്ത് വീട്ടിൽ ഷാരോണിനെയാണ് പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.